ആലിയയെയും കൂട്ടുകാരെയും അവർ ഒരു പേടിപ്പെടുത്തുന്ന സ്ഥലത്ത് പൂട്ടിയിട്ട് അവിടേക്ക് ആയിരക്കണക്കിന് പാമ്പുകളെ അഴിച്ചുവിട്ടു. സുഹൃത്തുക്കളെയെല്ലാം പാമ്പുകൾ കടിച്ചു കൊന്നു. പക്ഷേ ആലിയയെ മാത്രം ആ പാമ്പുകൾ ഒന്നും ചെയ്തില്ല. അങ്ങനെ ആ പാമ്പുകളുടെ വിഷം വെച്ച് ആലിയ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നു. ആ പെർഫ്യൂം മണത്താൽ മണക്കുന്നവർക്ക് പല അത്ഭുത സിദ്ധികളും കൈവരുമായിരുന്നു. റോയ് ഒരു നിമിഷം ആലോചിച്ചു. എബ്രഹാമിന്റെ 3 പെൺകുട്ടികളെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. ആദ്യ ഭാര്യയിലുണ്ടായ മൂത്ത പെൺകുട്ടിയുടെ രൂപത്തെക്കുറിച്ച് പലരും കളിയാക്കി പറഞ്ഞിട്ടുള്ളത് അവന്റെ ഓർമ്മയിൽ വന്നു. ലൂസർ, ഇഡിയറ്റ്, അഗ്ലി എന്തൊക്കെയോ അവളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വല്യപ്പൻ തനിക്കായി ആലോചിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റിൽ മറ്റ് 2 പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. ഇവൾ മാത്രം അതിലുണ്ടായിരുന്നില്ല. കുറ്റം പറയാൻ പറ്റില്ല. അവരാരും വെറുതെ പറഞ്ഞതല്ല. സത്യം ഇപ്പോൾ മുന്നിലുണ്ടല്ലോ. അവളെ ഒഴിവാക്കി വിടാൻ അവന് തിടുക്കമായി. ഇത്രയും തിടുക്കം കാട്ടല്ലേ റോയ്, അവന്റെ മനസ്സ് വായിച്ച പോലെ പറഞ്ഞുകൊണ്ട് ആലിയ അവന്റെ അരികിലായി ചെന്നിരുന്നു. അസ്വസ്ഥനായ റോയി ചെറുതായി ഒന്ന് തെന്നി നീങ്ങിയിരുന്നു. അവൾ അത് ശ്രദ്ധിക്കാതെ ചെറിയ ബാഗിൽ എന്തോ തിരഞ്ഞുകൊണ്ട് പറഞ്ഞു, നോക്ക് റോയി, എനിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നന്നായി അറിയാം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ സാധനം. അവൾ പറയുന്നത് കേട്ട് റോയി അന്തം വിട്ടിരിക്കുകയാണ്. ആലിയ ബാഗിൽ നിന്നും ക്യൂട്ടായ ഒരു പിങ്ക് ബോട്ടിൽ പുറത്തെടുത്തു. ലോകം മുഴുവൻ അറിയുന്ന പെർഫ്യൂം ബ്രാൻഡിന്റെ ഓണർ എന്ന് പറഞ്ഞിട്ടെന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂം പോലും സ്മെല് ചെയ്യാൻ പറ്റില്ല. പെർഫ്യൂം മാത്രം നിങ്ങൾക്ക് ഒന്നും സ്മെല് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അറിഞ്ഞത് പോട്ടെ, ഇതെങ്ങാനും പുറത്തറിഞ്ഞ കർത്താവേ, എന്താവും നിങ്ങളുടെ കാര്യം? കയ്യിലുള്ള പിങ്ക് ബോട്ടിൽ നന്നായി ഷേക്ക് ചെയ്തുകൊണ്ട് അവൾ അവനെ കളിയാക്കുന്ന മട്ടിലൊന്ന് നോക്കി. റോയി ശരിക്കും ഞെട്ടി. ഏറ്റവും വിശ്വസ്തരായ 4-5 പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഇവൾ ഇതെങ്ങനെ അറിഞ്ഞു? അവന് വിശ്വസിക്കാനായില്ല. ആലിയ ഊറിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. പകരം എനിക്കെങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. റോയി തിരികെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവൾ ആ ബോട്ടിൽ ഓപ്പൺ ചെയ്തു. ആ പെർഫ്യൂം ബോട്ടിൽ അവൾ അവന്റെ മൂക്കിനടുത്തുകൂടി ഓടിച്ചു. സ്മെൽ ദിസ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് അറിയാമായിരുന്നിട്ടും റോയ് വെറുതെ അത് മണത്തു. അറിയാതെ അവൻ പറഞ്ഞുപോയി. അവന്റെ കണ്ണുകൾ വിടർന്നു. അടുത്ത നിമിഷം ആ ബോട്ടിൽ റോയ് കൈക്കലാക്കി. 1-2 തുള്ളി കൈത്തണ്ടയിലേക്ക് ഇറ്റിച്ചു. കണ്ണുകൾ മെല്ലെ അടച്ചു. അതിനു മുകളിലേക്ക് മൂക്കടുപ്പിച്ചു. പിയോണി, ഓറഞ്ച്, ലില്ലി, ഗ്രേപ്സ്. അതിലെ ഓരോ മണങ്ങളും അവൻ തിരിച്ചറിഞ്ഞു. ഇത് തോന്നലൊന്നുമല്ലല്ലോ. അവൻ അത്ഭുതപ്പെട്ടു. അല്ല, അവനത് തിരിച്ചറിയാം. കണ്ണുകളടച്ച് ആ സുഗന്ധത്തിലേക്ക് അവൻ അലിഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ തൊട്ടരികിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആലിയ. ഗൗരവം വിടാതെ റോയി പറഞ്ഞു, എത്രയോ ലോകപ്രശസ്ത ഡോക്ടർമാരും വൈദ്യന്മാരുമെല്ലാം നോക്കിയിട്ട് നടക്കാത്തതാണ് ഇന്നീ പെണ്ണ്. അവന്റെ കണ്ണിൽ അത്ഭുതം തെളിഞ്ഞു നിന്നിരുന്നു. ശരിക്കും ആരാണിവൾ? അവൻ മനസ്സിൽ ചോദിച്ചു. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.